ജമാഅത്ത് നിസ്കാരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നിസ്കാരത്തിൽ ചിലരെ കാണാതിരുന്നപ്പോൾ കോപിഷ്ഠനായി പറഞ്ഞു, ജനങ്ങൾക്ക് ഇമാമായി ഒരു വ്യക്തിയെ പകരം നിർത്തി ജമാഅത്തിന് വരാതിരിക്കുന്നവരുടെ വീടുകളിലേക്ക് ചെന്ന് വിറകുകെട്ടുകളെടുത്ത് അവരുടെ വീടുകൾ കത്തിച്ചാമ്പലാക്കാൻ കൽപ്പിച്ചാലോ എന്ന് ഞാൻ കരുതിപ്പോയി. നല്ലൊരു എല്ലിൻ കഷ്ണം, അതായത് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് കണ്ടാൽ അവർക്ക് ജമാഅത്തിന് പങ്കെടുക്കുമായിരുന്നു. ആരായിരുന്നു ജമാഅത്തിന് വരാതിരുന്നവർ എന്ന് നോക്കാം. ഹദീസിൻ്റെ ശൈലി സൂചിപ്പിക്കുന്നത് ഈ പിന്തിയ ആളുകൾ മുനാഫിക്കുകളാണ്, കപട വിശ്വാസികളാണെന്നാണ്. കാരണം സത്യവിശ്വാസികളായ സഹാബത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടക്കുന്ന ജമാഅത്ത് നിസ്കാരത്തെക്കാളും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നതിന് വില കൽപ്പിക്കുമെന്ന് കരുതാൻ നിർവാഹമില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഞങ്ങളിൽ അറിയപ്പെട്ട കപട വിശ്വാസിയോ രോഗിയോ അല്ലാതെ മറ്റാരും നിസ്കാരത്തിന് വരാതിരിക്കില്ല. രോഗി പോലും 2 പുരുഷന്മാർക്കിടയിൽ നടന്ന് നിസ്കരിക്കാൻ വരാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്മാർഗത്തിൻ്റെ പാതകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പാതകളിൽപ്പെട്ടതാണ് ബാങ്ക് വിളിക്കുന്ന പള്ളികളിൽ വെച്ച് നിസ്കാരം നിർവഹിക്കൽ.